السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. صدق الله العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, പരിശുദ്ധമായ അള്ളാഹുവിന്റെ മഹത്തായ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയതിന് ഖാലിഖായ തമ്പുരാൻ നമ്മിൽ നിന്നും പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നാം നിർവഹിക്കുന്ന ജമാഅത്തുകൾ, ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ സർവ്വതും സർവശക്തൻ പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സർവ്വ പാപങ്ങളും റബ്ബായ തമ്പുരാൻ നമുക്ക് പരിപൂർണമായും പുറത്തു തന്ന് ആഫിയത്തോടുകൂടെ, ദീർഘായുസ്സോടുകൂടെ, ഇഖ്ലാസോടുകൂടെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ആഖിബത്ത് നന്നായി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ വിഭാഗത്തെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത് അടിസ്ഥാനപരമായി അള്ളാഹുവിനെ ആരാധിക്കാനാണ്. മനുഷ്യ വിഭാഗത്തെയും ജിന്ന് വിഭാഗത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാനാണ്, അവനെ ഇബാദത്ത് ചെയ്യാനാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ ഏതൊക്കെ രീതികളിലൂടെയാണ് ആരാധിക്കേണ്ടത് എന്ന ആരാധനാ രീതികൾ, രൂപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. ഒരുവൻ എങ്ങനെയാണ് അവൻ നിസ്കരിക്കേണ്ടത്, നിസ്കാരത്തിൽ എങ്ങനെയാണ് കൈകെട്ടേണ്ടത്, എങ്ങനെയാണ് റുകൂഅ് ചെയ്യേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവൻ നിസ്കാരത്തിൽ ഇരിക്കേണ്ടത്, എങ്ങനെയാണ് അവൻ നോമ്പ് നോൽക്കേണ്ടത്, എങ്ങനെയാണ് അവൻ ഹജ്ജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവൻ സ്വതക്ക നൽകേണ്ടത് ഇത്യാദി ആരാധനാ കർമ്മങ്ങളുടെ രൂപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുമ്പോ സത്യത്തിൽ നാം അവിടെ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായ യാഥാർത്ഥ്യം, നാം അള്ളാഹുവിന്റെ ദാസനും അടിമയും, എനിക്ക് എന്നെ പരിപാലിക്കുന്ന, എന്നെ വളർത്തുന്ന, എന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നോക്കുന്ന സർവാധിപതിയായ സർവശക്തനായ റബ്ബായ അള്ളാഹുവും എനിക്കുണ്ട് എന്ന ചിന്തയാണ്. അള്ളാഹുവിന്റെ ദാസൻ അവന് മുമ്പിൽ ഇബാദത്ത് നിർവഹിക്കുമ്പോ
ആ ഉബൂദിയത്തിനെയാണ് അവൻ തിരിച്ചറിയേണ്ടത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ചിന്ത അവനിൽ ഉണ്ടാവണം. അള്ളാഹുവിന്റെ ദാസനാണ്, അടിമയാണ് എന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചില പ്രത്യേകമായ ഇസ്മുകളെ, നാമങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ യാഥാർത്ഥ്യത്തെ, അള്ളാഹുവിന്റെ ഉണ്മയെ, ആ വുജൂദിയത്തിനെ, അള്ളാഹുവിന്റെ ഇസ്മകൾ, അതിന്റെ വിശാലമായ അർത്ഥതലങ്ങൾ സമ്പൂർണമായും സംഗ്രഹിക്കാൻ ഈ ഭൂമി ലോകത്തുള്ള ഒരു മനുഷ്യനും സാധ്യമല്ല എന്നത് തീർച്ചയാണ്. അള്ളാഹുവിന്റെ ഓരോ പരിശുദ്ധമായ ഇസ്മുകൾ കൃത്യമായി മനസ്സിലാക്കാൻ, അതിന്റെ അർത്ഥതലങ്ങൾ എന്താണ് എന്ന് സമ്പൂർണമായി മനസ്സിലാക്കാൻ ഭൂമി ലോകത്തുള്ള ഒരാൾക്കും സാധ്യമല്ല. മറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുകളെ കേവലമായ രീതിയിൽ ഒരു പരിധിവരെ അടിമകൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനും അള്ളാഹുവിന് ചില പ്രത്യേകമായ ഇസ്മുകൾ ഉണ്ട് എന്ന് അള്ളാഹു പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതുമായ ഇസ്മുകൾ ഉണ്ട് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ ഇസ്മുകൾ അനന്തമായ എണ്ണമാണ്, ഇൻഫിനിറ്റ് നെയിമുകളാണ്. എത്ര ഇസ്മുകളുണ്ട് എന്ന് ചോദിച്ചാൽ എണ്ണമില്ലാത്തതാണ്. അള്ളാഹുവിന്റെ ഇസ്മുകൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ അതിൽ കൃത്യമായ ചില പ്രത്യേകമായ ഇസ്മുകൾ അള്ളാഹു പ്രത്യേകം വിശുദ്ധമായ ഖുർആനിലൂടെ എടുത്ത് നമ്മെ ബോധ്യപ്പെടുത്തി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുന്ന അടിമകൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് അവരുടെ റബ്ബായ ഖാലിഖായ തമ്പുരാന്റെ നാമങ്ങൾ എന്ന് മലയാളീകരിക്കുന്ന അവന്റെ ഇസ്മുകളാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുകൾ ഏതൊക്കെയാണ് എന്നാണ് ആദ്യമായി ഒരു അടിമ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുന്ന അടിമകൾ പ്രത്യേകമായും വിശുദ്ധമായ ഖുർആനിൽ അതുപോലെ പരിശുദ്ധമായ ഹദീസുകളിൽ പരിചയപ്പെടുത്തിയ വിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മുകൾ മനസ്സിലാക്കുക എന്നതാണ്. ആ പേരുകൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ്. ആ പേരുകളുടെ അർത്ഥങ്ങൾ എന്താണ്, അതിന്റെ അർത്ഥവിശാലതകൾ ഏതൊക്കെയാണ് എന്ന് മിനിമം രീതിയിലെങ്കിലും മനസ്സിലാക്കുക എന്നതാണ് അടിമകളായ നാം ഓരോരുത്തരും ഉടമയായ തമ്പുരാനോട് കാണിക്കേണ്ട പ്രധാനപ്പെട്ട കടമ എന്നത് നാം തിരിച്ചറിയാതെ പോകരുത്. അള്ളാഹുവിന്റെ ഇസ്മുകളെ നമ്മൾ പരിചയപ്പെടണം. നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുകയാണ്. ആരാധിക്കുന്ന ആരാധ്യനായ അള്ളാഹു എങ്ങനത്തവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ, നമ്മൾ തിരിച്ചറിയണ്ടേ. മിനിമമെങ്കിലും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചെറിയൊരു പരിജ്ഞാനം ഉണ്ടാക്കണ്ടേ. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ നാമങ്ങൾ കൃത്യമായി നമ്മൾ പഠിക്കാൻ, സമ്പൂർണമായി പഠിക്കാൻ സാധ്യമല്ലെങ്കിലും ഒരുവിധമെങ്കിലും പടച്ച റബ്ബിനെ കുറിച്ച് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മദ്രസകളിലൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പഠിക്കും, അല്ലെ, സിഫാത്തുകൾ പഠിച്ചിട്ടുണ്ടാകും. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അല്ലെ, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ. അതൊക്കെ ഒരു പക്ഷേ കേവലം പരീക്ഷാ പേപ്പറുകളിൽ മാർക്കുകളുടെ വർധനവിന് വേണ്ടി നമ്മൾ പഠിക്കുകയും പരീക്ഷാ ഹാള് വിട്ടുപോകുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് അതൊക്കെ എവിടെയൊക്കെ മറഞ്ഞു പോയതായി അനുഭവസ്ഥരായ ആളുകളാണ് ഞാനടക്കമുള്ള നാം ഓരോരുത്തരിൽ പലരും. അള്ളാഹുവിന്റെ ഇസ്മുകൾ പഠിക്കുന്നതിൽ നമ്മൾ ഒരു നിലക്കും പിന്നോക്കാവസ്ഥ ഉണ്ടാക്കരുത്. കാരണം നമ്മൾ നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ പൊന്നുമക്കളെ ഇഷ്ടത്തോടുകൂടെ ഒരുപാട് പേരുകളിട്ട് വിളിക്കും, അല്ലെ? സ്നേഹത്തിന്റെ വ്യത്യസ്തമായ വർണ്ണനകളിലൂടെ നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹത്തിന്റെ കൊടക്കീഴിൽ ചേർത്ത് പിടിക്കും, വ്യത്യസ്തമായ പേരുകളിട്ട് വിളിക്കും. അത് സ്നേഹപ്രകടനത്തിന്റെ വശ്യങ്ങളാണ്. എന്റെ മുഅ്മിനീങ്ങളെ, നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. നമ്മെ പടച്ച, നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ കൃത്യമായി കൊണ്ടു നടക്കുന്ന,
പല അപകടങ്ങൾ നാം അറിയാതെ അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്ന ഖാലിഖായ, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനായ തമ്പുരാനെയാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്ന് പറയുമ്പോ, ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മൾ ഉരുവിടേണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെയാണ്. ഒരു ദിവസം നമ്മുടെ പൊന്നുമ്മയെ നമ്മൾ ഫോൺ വിളിക്കാറുണ്ട്, പല തവണ വിളിക്കാറുണ്ട്. ദിവസം വീട്ടിലുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, വിദൂരത്തുള്ളവരാണെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവരെ ഞങ്ങൾ വിളിക്കും. കാണാതെ നിൽക്കുന്ന, ഡിസ്റ്റൻസായി നിൽക്കുന്നവർ, കുടുംബ ബന്ധം എന്ന നിലക്കും അതിനപ്പുറം സ്നേഹബന്ധം അല്ലെ, ഉമ്മയെ വിളിക്കും, ഭാര്യയെ വിളിക്കും, മക്കളെ വിളിക്കും, പല തവണകളിൽ വിളിക്കും. സ്നേഹവർദ്ധനവിനനുസരിച്ച് ആ വിളികളുടെ എണ്ണം കൂടും. എന്നാൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട അള്ളാഹുവിനെ എത്ര തവണ നമ്മൾ വിളിച്ചു എന്ന് ഓരോ ദിവസവും നമ്മൾ വിചിന്തനം നടത്താറുണ്ടോ മുഅ്മിനീങ്ങളെ? അള്ളാഹുവിനെ വിളിക്കുക എന്നത് മർമ്മപ്രധാനമായ വിഷയമാണ്. അത് സന്തോഷവേളകളിൽ അള്ളാഹുവിനെ വിളിക്കണം, സന്താപവേളകളിൽ അള്ളാഹുവിനെ വിളിക്കണം, വൈഷമ്യങ്ങൾ പെരുകി വരുമ്പോഴും അള്ളാഹുവിനെ വിളിക്കണം, ആവശ്യങ്ങൾ നിറവേറാനും അള്ളാഹുവിനെ വിളിക്കണം. പക്ഷേ നമ്മളിൽ അധിക പേരും, പൊതുവെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ അവസ്ഥകൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ, പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ഗ്യാങ്ങുകളിലൂടെ, അവരുടെ ഫാഷൻ താല്പര്യങ്ങളിലൂടെ, ഈ ദുന്യാവിലെ കറന്റ് ട്രെൻഡുകളിലൂടെ ജീവിതങ്ങൾ തിമിർത്താടി നടക്കുന്ന, നിസ്കാരമില്ലാതെ, ആരാധനകളില്ലാതെ ഒരു വളരെ തുറന്നിട്ട ജീവിതമായി കഴിഞ്ഞുകൂടുമ്പോ, ഏതെങ്കിലും ഒരു അപകടം വരുമ്പോ, ഒരു പ്രതിസന്ധി അവന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് അള്ളാഹുവിനെ വിളിക്കുന്നത്. പലർക്കുമെങ്കിലും പലരെയും പരിചയമുണ്ടായേക്കാം. ഞാൻ പറയുന്നത്, ആ ഒരു പ്രതിസന്ധി വരുമ്പോൾ വിളിക്കാനുള്ളവനല്ല അള്ളാഹു. അങ്ങനെ വിളിക്കുന്നതിൽ എന്തർത്ഥമാണ് മുഅ്മിനേയുള്ളത്? ഒരു നിസ്കാരമില്ലാതെ, നോമ്പില്ലാതെ, മറ്റു ആരാധനാ കർമ്മങ്ങളില്ലാതെ, പരിശുദ്ധമായ ദീനിന്റെ വ്യവസ്ഥാപിതമായ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതമില്ലാതെ പ്രതിസന്ധികളിൽ പെട്ടുപോകുമ്പോ, ഒരു ആക്സിഡന്റ് വിടുമ്പോ, പിന്നെ അവന്റെ നേർച്ചകളാണ്, പിന്നെ ഉസ്താദുമാരോടുള്ള ദുആ അഭ്യർത്ഥനകളാണ്, പല രീതിയിലുള്ള ദ്വാകൾ, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള പിന്നീടുള്ള ജീവിതം. പക്ഷെ ഞാൻ പറയുന്നത്, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവന്റെ ഇസ്മുകൾ ഉരുവിട്ട് ജീവിക്കണം എന്നത് ഏറ്റവും അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യവും തിരിച്ചറിയുമാണ്. കാരണം ഞാൻ പറയട്ടെ, നാം ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലാറാണ് അല്ലെ? ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മൾ പല നന്മകളും ചെയ്യാറുള്ളത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അഖ്തഅ. എല്ലാ കാര്യങ്ങളും ബിസ്മി കൊണ്ട് തുടങ്ങാത്ത സർവ്വ കാര്യങ്ങളും ഫഹുവ അഖ്തഅ, അത് ബറക്കത്തില്ലാത്തതാണ്, ബറക്കത്ത് കുറഞ്ഞതാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബറക്കത്ത് ലഭിക്കാൻ ബിസ്മി കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കണം. ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്, ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മൾ സ്വതകൾ ചെയ്യേണ്ടത്, ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മൾ കിടക്കേണ്ടത്. നമ്മുടെ ഓരോ അടക്കങ്ങളിലും, നന്മയുടെ ഭാഗത്തുള്ള അനക്കങ്ങളിൽ, സർവ്വമേഖലകളിലും അള്ളാഹുവിന്റെ ഇസ്മ ഉരുവിട്ടുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? In the name of Allah, most gracious, the most merciful, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ബിസ്മി ഉദ്ധരിച്ചുകൊണ്ട്, ബിസ്മി ഉരുവിട്ടുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്നത്. ആ ബിസ്മിയുടെ കൃത്യമായ അർത്ഥം ഉലമാക്കൾ വിശദീകരിക്കുന്നത്, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ ഇസ്മിന്റെ ബറക്കത്തെടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ് ഉലമാക്കൾ അതിന് വിശദീകരണം നൽകിയത്. അപ്പൊ ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ, ബിസ്മി പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ, അള്ളാഹുവിന്റെ നാമം, പരിശുദ്ധമായ ഇസ്മിന്റെ ബറക്കത്തെടുത്തുകൊണ്ടാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്, പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മിന്റെ ബറക്കത്തെടുത്തുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥമെന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നു.
അതുകൊണ്ട് ആ വിഷയത്തിൽ ബിസ്മിയിലെ പ്രധാനം എന്താ? അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് എന്നാണ്. ഇസ്മാണ് അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ പേര്, അള്ളാഹുവിന്റെ നാമം, അതിനാണ് പ്രാധാന്യമുള്ളത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലേ, നമ്മൾ എല്ലാ ജുമാകളിലും ഓതുന്ന സൂറത്താണ് സൂറത്തുൽ അഅല. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. താങ്കളുടെ ഉന്നതനായ രക്ഷിതാവിന്റെ ഇസ്മിനെ താങ്കൾ പുകഴ്ത്തി പറയുക നബിയെ എന്നല്ലേ അള്ളാഹുവിന്റെ കൽപ്പനയുള്ളത്. അള്ളാഹുവിന്റെ ഉന്നതനായ അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട്, ആ പേര് പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു ഹബീബായ തങ്ങളോട് പറയുകയാണ്, പുകഴ്ത്താൻ വേണ്ടി അവിടെ നിന്ന് കൽപ്പിക്കുകയാണ് അല്ലേ. അള്ളാഹുവിന്റെ പേരുകൾ പറഞ്ഞു പുകഴ്ത്തണമെങ്കിൽ ആ പേരുകൾ അറിയണ്ടേ, അള്ളാഹുവിന്റെ നാമങ്ങൾ അറിയണ്ടേ, അള്ളാഹുവിന്റെ പേരുകൾ ഏതൊക്കെയാണ്. ആ പേരുകൾ മിനിമം അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോ ചുരുക്ക രൂപത്തിലെങ്കിലും അള്ളാഹു എങ്ങനെയുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുമല്ലോ. അള്ളാഹുവിന്റെ വിശാലമായ അർത്ഥതലങ്ങളിലുള്ള പേരുകൾ സർവ്വതും നമുക്ക് ഗ്രഹിക്കാൻ സാധ്യമായില്ലെങ്കിലും വിശുദ്ധമായ ഖുർആനിലും പരിശുദ്ധമായ ഹദീസുകളിലും ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ തിരുവചനങ്ങളിലൂടെയും 99 പേരുകൾ അല്ലാഹു പരിശുദ്ധമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ലില്ലാഹി 99 ഇസ്മൻ 100 ഇല്ലാ വാഹിദ. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. 100 ഇല്ലാ വാഹിദ, 100 എന്ന് പറഞ്ഞാൽ 100, ഇല്ലാ വാഹിദ -1, അപ്പോ 99. 99 നാമങ്ങളാണ് അല്ലാഹുവിനുള്ളത്. മൻ അഹ്സാഹാ, ആരെങ്കിലും അതിനെ ഇഹ്സാ ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചുവെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളെ ആരെങ്കിലും ഇഹ്സാ ചെയ്താൽ അവൻക്ക് സ്വർഗ്ഗമുണ്ടെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്താണ് ഇഹ്സാ എന്ന പദത്തിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ഇഹ്സാ ചെയ്താൽ എന്ന് പറയുമ്പോൾ എന്താണ് ഇഹ്സാ എന്നതിന്റെ വിവക്ഷ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇഹ്സാ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ അതിനെ വിശദീകരിക്കുന്നത് ഹിഫ്ളുൽ ഫാളിഹ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളെ മനഃപ്പാഠമാക്കുക എന്നതാണ്. യാ റസ്സാഖ്, യാ ഫത്താഹ്, യാ അലീം, യാ ഖാബിദ്, യാ ബാസിത്ത് തുടങ്ങിയുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളെ മനഃപ്പാഠമാക്കുക എന്നതാണ്. വഫഹ്മു മആനിഹാ, അതിന്റെ അർത്ഥങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക എന്നതുമാണ്. യാ ഫത്താഹ്, പ്രതിസന്ധികളിൽ വലിയ വലിയ പ്രതിസന്ധികൾ തിരമാലകൾ പോലെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവൻ മുട്ടിയ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ തിരമാലകളെ വകഞ്ഞു മാറ്റി അവൻക്കുള്ള വഴിയുടെ വിശാലമായ വാതായനങ്ങൾ തുറന്നു തരുന്ന, എല്ലാ പ്രതിസന്ധികളും തുറന്നു തരുന്ന അല്ലാഹു എന്ന അർത്ഥത്തിലുള്ള ഫത്താഹ്, എല്ലാം തുറന്നു തരുന്ന തമ്പുരാനെ എന്ന് യാ ഫത്താഹ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മയുണ്ടാകണം. എല്ലാ പ്രതിസന്ധികളും മാറ്റിയിട്ട് വഴികൾ തുറന്നു തരുന്നവനെ എന്നാണ് അതിന്റെ അർത്ഥം. യാ ഫത്താഹ്, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. യാ സമീഅ എന്ന് പറയുമ്പോൾ കേൾക്കുക എന്ന് നമ്മൾ നമ്മുടെ ഭാഷയിൽ കേൾവിയല്ല, അള്ളാഹുവിന്റെ കേൾവി. അത് മാത്രമല്ല, കൂരാക്കൂരിരുട്ടിൽ കറുത്ത പാറയുടെ മുകളിലൂടെ ചെറിയ കറുത്ത ഉറുമ്പുകൾ നടന്നു പോകുമ്പോ ആ ഉറുമ്പുകളുടെ കാലച്ചകൾ വരെ കേൾക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കേൾവി മാത്രമല്ല, നമ്മുടെ കേൾവി ഇപ്പൊ നമ്മൾ സയൻസിലൊക്കെ പഠിക്കാം, മൊബൈലിന്റെ സൗണ്ട് നമുക്ക് കേൾക്കൂല. നമ്മുടെ ഒരു കേൾവിക്ക് ഒരു ജിഗാഹെർട്സ് ഒരു അളവുണ്ട്, അതിനിടയിലുള്ള ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. വേറെ ഏതൊക്കെ രീതിയിൽ ഒച്ചകൾ കേൾക്കുന്നുണ്ട് അല്ലെ. ഒരു മയ്യത്ത് പോകുമ്പോ എല്ലാ പക്ഷികളും ഒക്കെ കരയുന്നു എന്ന് ഹദീസിലുണ്ട്. നമ്മൾ എവിടെങ്കിലും കരയുന്നത് കേട്ടിട്ടുണ്ടാ? നമ്മളാരും കേൾക്കൂല.
അത് ആ രീതിയാണ്. ആ ശാസ്ത്രീയമായിട്ട് അതിനെ ന്യായീകരിക്കാനേ പറ്റുള്ളൂ. അത് ഉറപ്പാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനാണ് ഹഖ് എന്നാണ് നമ്മൾ മുസ്ലിങ്ങൾ എപ്പോഴും വിശ്വസിക്കേണ്ടത്. അപ്പോ ചെറിയ രീതിയിൽ ശാസ്ത്രീയ തെളിവുകൾ ഇതിനെ ചേർത്ത് വെക്കാമെന്ന് മാത്രം. നമ്മുടെ കേൾവിയല്ല അള്ളാഹുവിന്റെ കേൾവി. ഏത് സൂക്ഷ്മമായ അണുക്കളുടെ ചലനങ്ങളുടെ ഒച്ചയടക്കം അള്ളാഹു കേൾക്കുന്നവനാണ്. ബസീർ എന്ന് പറയുമ്പോ എല്ലാം കാണുന്നവനാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത് മാത്രമല്ല, അതിലൂടെയും കാണാത്ത നമ്മുടെ ഈ ടെലസ്കോപ്പുകളിലൂടെ ആകാശങ്ങൾ, എത്രയോ അന്തരീക്ഷ അറ്റങ്ങൾ, അന്തരീക്ഷത്തിന്റെ വ്യാപ്തികൾ നമ്മൾ അളക്കുമ്പോ അതിനപ്പുറവും എത്ര ദൂരം ഏഴാനാകാശം, ഒന്നാനാകാശം വരെ ശാസ്ത്രത്തിന് കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രത്തിന്റെ എല്ലാ ഉപകരണങ്ങളും വെച്ചുകൊണ്ട് അളന്നിട്ടും ഒന്നാനാകാശത്തിന്റെ അതിർത്തി എവിടെയാണെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. 7 ആകാശങ്ങളുണ്ട്. അതിൽ തന്നെ എത്രയോ ഗ്രഹങ്ങളുണ്ട്, ഭൂമിയുണ്ട് അല്ലെ. കണ്ടെത്തിയ ഏകദേശം ഒരു ചെറിയ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യർ കണ്ടെത്തിയതാണ് മിൽക്കി വേ. അതിലാണ് സോളാർ സിസ്റ്റം. അതിലൊരു ഗോളമാണ് ഭൂമി. അതിൽ ഇന്ത്യ, കേരളം, എറണാകുളം, വളരെ തുച്ഛമായ ഏരിയ മാത്രം. ഇങ്ങനെ കോടാനുകോടി ഗോളങ്ങളുള്ള പ്രവിശാലമായ അന്തരീക്ഷമാണ്. അതൊക്കെ കാണുന്നതും നിരീക്ഷിക്കുന്നവനുമാണ് അള്ളാഹു എന്നാണ് ബസീർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഓരോ അർത്ഥവും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളെ നമ്മൾ പഠിക്കുകയും അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. മാത്രമല്ല ഉലമാക്കൾ ചേർത്ത് പറഞ്ഞ മറ്റൊരു ഡെഫിനിഷൻ കൂടി, ആ അള്ളാഹുവിന്റെ ഇസ്മുകൾക്ക് അനുസൃതമായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവനെ ഇബാദത്ത് ചെയ്യുക, അവനെ ആരാധിക്കുക. അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുക. യാ റഹ്മാൻ, കാരുണ്യവാനെ എന്ന് പറയുമ്പോ ആ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജീവികളോട്, മനുഷ്യരോടൊക്കെ നമ്മൾ പ്രകടിപ്പിക്കണം അല്ലേ. യാ ഫത്താഹ്, തുറന്നു തരുമ്പോ സഹായങ്ങൾ, വഴികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവൻ എന്ന് പറയുമ്പോ ബാക്കിയുള്ളവരെ സഹായിക്കുന്നവനാണ്. യാ നാസിർ അല്ലെ, സഹായിക്കുന്നവൻ എന്ന് പറയുമ്പോ ബാക്കിയുള്ളവരെ സഹായിക്കാനുള്ള ടെൻഡൻസി നമുക്കും ഉണ്ടാകണം. അള്ളാഹുവിന്റെ പേരുകളാണ്. എന്നാൽ യാ കബീർ എന്ന് പറയുമ്പോ, വലിയവനെ എന്ന് പറയുമ്പോ ആ വമ്പത്തരം നമ്മൾ കാണിക്കരുത്. അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ഇസ്മുകൾ, അള്ളാഹുവിന് യോജിച്ച ഇസ്മുകൾ, അത് സർവ്വതും അതേപോലെ നമ്മുടെ സൃഷ്ടികളിലായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ചേർത്ത് വെക്കാനുള്ളതല്ല. ചില ഇസ്മുകൾ നേരെ ഓപ്പോസിറ്റ് ആണ്. കബീറായത് അള്ളാഹുവിന്റെ ആ കിബിരിയത്ത്, ആ കിബിരിയ, അത് നമ്മളിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കിബിർ നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണല്ലോ. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ അർത്ഥങ്ങൾ ഏതാണ് എന്ന് പഠിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇഹ്സാ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള വിവക്ഷ എന്ന് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോ അവനെ മിനിമമെങ്കിലും അറിയാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ നമ്മൾ പഠിക്കണം. ഒരു 2 മിനിറ്റ് മതി ആ ഇസ്മുകൾ പഠിച്ചു തീർക്കാൻ അല്ലെ, അത് ഓതി തീർക്കാൻ. 2 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് മാത്രം, മാക്സിമം 2 മിനിറ്റ് അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ഉച്ചരിക്കാൻ. ആ 2 മിനിറ്റ് കൊണ്ട് അള്ളാഹുവിന്റെ ഈ 99 നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടുള്ളൊരു പ്രഭാതമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ആ ദിവസത്തിന് എന്ത് ബർക്കത്തുണ്ടാകും. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ഉച്ചരിക്കുമ്പോ, അവനെ വിളിക്കുമ്പോ, നമുക്കറിയാം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പല നാമങ്ങൾ. ഒരാൾ എപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അയാളോട് വലിയ ഇഷ്ടമായിരിക്കും അല്ലെ. ദിവസേന ഫോൺ വിളിക്കാൻ നല്ല കണക്ഷൻ ആണെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് വലിയ പരിഗണന ഉണ്ടാകും, വലിയ ബന്ധമുണ്ടാകും. ദിവസേന അള്ളാഹുവിന്റെ മഹത്വമേറിയ അതിവിപുലമായ വിശാലമായ അർത്ഥങ്ങളുള്ള 99 നാമങ്ങൾ ഉച്ചരിക്കുമ്പോ അള്ളാഹുവിന് പ്രത്യേകമായ പരിഗണന ആയിരിക്കും. അതനുസരിച്ച് ജീവിതം ക്ലിപ്തപ്പെടുത്തുമ്പോ, ക്രമീകരിക്കുമ്പോ അവൻക്ക് സ്വർഗമല്ലാതെ മറ്റെന്ത് പ്രതിഫലം എന്നാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം,
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ്നാ ബിഹി തമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ വമിനൽ ജിബാലി ജുദദുൻ ബീളൻ വഹുംറുൻ മുഖ്തലിഫൻ അൽവാനുഹാ വഗറാബീബു സൂദ് വമിനൻ നാസി വദ്ദവാബി വൽഅൻആമി മുഖ്തലിഫൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. ശുദ്ധമായ സൂറത്തുൽ ഫാത്തിറിലെ 27-ാമത്തെ 28-ാമത്തെ ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, അലം തറ, നബിയെ അങ്ങ് കണ്ടില്ലയോ, അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, അല്ലാഹു വാനങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിച്ചില്ലയോ, ഫഅഖ്റജ്നാ ബിഹി തമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ, വിവിധങ്ങളായ വർണ്ണഭേദങ്ങളോടെയുള്ള ഫലങ്ങൾ അല്ലാഹു ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചില്ലയോ, വമിനൽ ജിബാലി ജുദദുൻ ബീളുൻ വഹുംറുൻ മുഖ്തലിഫുൻ അൽവാനുഹാ വഗറാബീബു സൂദ്, മലകളിലും പർവ്വതങ്ങളിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ വർണ്ണങ്ങളാണ്. വെളുത്ത പർവ്വതങ്ങൾ, അതുപോലെ ചുവപ്പ് നിറമുള്ള പർവ്വതങ്ങൾ, കറുകറുത്ത പർവ്വതങ്ങൾ. വമിനന്നാസി വദ്ദവാബി വൽഅൻആമി മുഖ്തലിഫൻ അൽവാനുഹു കദാലിക, അപ്രകാരം തന്നെ മനുഷ്യ വിഭാഗത്തിലും മൃഗങ്ങളിലും കന്നുകാലികളിലും വർണ്ണഭേദങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ചില്ലയോ നബിയെ. എന്നിട്ട് അല്ലാഹു വിശേഷിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ അവന്റെ അടിമകളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയക്കുന്നത് അത് അൽ ഉലമാ, ആലിമീങ്ങളാണ്, ഇൽമുള്ളവരാണ്, അറിവുള്ളവരാണെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. ആയത്ത് അവസാനിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ 2 ഇസ്മുകൾ പറഞ്ഞുകൊണ്ടാണ്, ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ, അല്ലാഹു പ്രതാപശാലിയും നന്നായി പൊറുക്കുന്നവനുമാണവൻ എന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തുമ്പോ ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിനോട് കൂടുതൽ ഭയമുണ്ടാകുന്ന അടിമകളാരാണ്, അല്ലാഹുവിനെ കൂടുതൽ പേടിക്കുന്നവരാരാണ്, മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ വേണ്ട രീതിയിൽ മിനിമമെങ്കിലും മനസ്സിലാക്കുന്ന അറിവുള്ള അടിമകളാണ് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയത്തോടുകൂടെ കാണുന്നത് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുമ്പോൾ ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ആശയം, പടച്ച റബ്ബിനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സമീആണ്, ബസീറാണ്, അല്ലാഹു ഫത്താഹാണ്, റസ്സാഖാണ്, അല്ലാമുൽ ഗുയൂബാണ്. ഇങ്ങനെ തുടങ്ങിയുള്ള അല്ലാഹുവിന്റെ പല ഇസ്മുകളിൽ 99 നാമങ്ങൾ പ്രത്യേകമായും അല്ലാഹു ആ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്യൂ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അല്ലാഹുവിന് 99 വളരെ മഹത്തരമായ അല്ലാഹുവിന്റെ നന്മയാർന്ന അഴകാർന്ന നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോൾ ആ നാമങ്ങൾ മനഃപ്പാഠമാക്കാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ, ആ നാമങ്ങൾ മനഃപ്പാഠമാക്കി ഓരോ പ്രഭാതം വരുമ്പോഴും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ആ 99 നാമങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദിവസം വലിയ ഖൈറിലായിരിക്കും. നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ഇടപെടുന്ന മുഴുവൻ മേഖലകളിൽ അല്ലാഹുവിന്റെ സഹായമുണ്ടാകും എന്നത് ഹദീസിന്റെ വെളിച്ചത്തിൽ തീർച്ചയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ, അതിപ്പോ നമ്മുടെ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐഫോണിലാണെങ്കിലും അതിന്റെ പ്ലേ സ്റ്റോറിലേക്ക് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന നടിച്ചാൽ നമുക്ക് കിട്ടും. 1 മിനിറ്റ് 1.5 മിനിറ്റ് സാധാ നോർമലി നമ്മൾ ചെല്ലുമ്പോ നീ കഷ്ടപ്പെട്ട് പറഞ്ഞാൽ തന്നെ 2 മിനിറ്റ് മതി അത് പറയാൻ. യാ അല്ലാഹു, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്. അതൊരാഴ്ച നമ്മൾ ഡെയിലി പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ കാണാതെ പറയുമ്പോൾ 1.5 മിനിറ്റും വേണ്ട.
സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓരോ പുലരികൾ നമ്മിലേക്ക് കടന്നു വരുമ്പോ ആ ഇസ്മുകൾ നമ്മൾ ഉച്ചരിക്കുക. ആ ഇസ്മുകൾ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെ ദുആ ചെയ്യുമ്പോ പടച്ചവന്റെ സഹായം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ ഒരു ബർക്കത്തുണ്ടാകും. അതിലൂടെ നമ്മുടെ ജീവിതം സംശുദ്ധമായി നമ്മൾ സ്വർഗ പ്രവേശനത്തിന് പ്രാപ്തരാകും വിധം അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ 99 നാമങ്ങൾ നമ്മെ സഹായിക്കും എന്ന ഉത്തമമായ ബോധ്യം അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അവനെ ഓർത്തുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ജീവിക്കാൻ നാം ഓരോരുത്തർക്കും പടച്ചവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.